മുംബൈയിലെ വ്യവസായികൾ ഭൂരിപക്ഷവും കലയെയും കലാകാരന്മാരെയും സ്നേഹിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ സമൂഹം അവരുടെ കച്ചവട കണ്ണുകൊണ്ട് ഒരിക്കലും കാണാറില്ല. മറിച്ച് സ്നേഹവും ബഹുമാനവും കലർന്ന വിനയത്തോടെയാണ്. അങ്ങനൊരു വ്യവസായിയാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുന്നത്. മുംബൈയിലെ സ്റ്റെർലിംഗ് ഇൻഡസ്ട്രീസ് എന്ന വ്യവസായ സ്ഥാപനത്തിന്റെ പാർട്ണറായ സുഭാഷ് മേനോൻ. വെങ്കടേശ സുപ്രഭാതം കേട്ടുണർന്ന കേരളത്തിലെ ഒരു പുരാതന തറവാട്ടിൽ നിന്നും സംഗീതവും മനസ്സിൽ പേറി ജീവിതമാർഗം തേടി നാട് ചുറ്റി മേനോനൊടുവിൽ എത്തിച്ചേർന്നത് മുംബൈ എന്ന മഹാനഗരിയിലാണ്. ആശ്രയം തേടിയെത്തുന്നവരെ കൈവിടാത്ത അമ്മ മനസ്സുള്ള മഹാനഗരം. അന്ന് മുംബൈയിൽ വരുമ്പോ ഈസിലി നമ്മളെപ്പോലുള്ള ഒരു ഗ്രാജുവേറ്റ് കയറി കൂടാൻ പറ്റിയ സ്ഥലങ്ങള് സെയിൽസ് കരിയറാണ്. അങ്ങനെ ചില മാർക്കറ്റിംഗ് കരിയറിൽ അവിടെ ഇവിടെയൊക്കെ പല ജോലി ചെയ്തു. അവസാനം ഐ സ്റ്റാർട്ടഡ് ഒരു ലെതർ എക്സ്പോർട്ടർ, അയാളുടെ കമ്പനിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. അവിടുന്ന് ഓൾവേസ് ഐ യൂസ് ടു ഗോ അബ്രോഡ്, പല ഭാഗത്ത് സൗത്ത് ആഫ്രിക്ക, ഗൾഫ് കൺട്രീസ്, അവിടെ ഇന്റർനാഷണൽ എക്സിബിഷൻസ്, ഇവിടെയൊക്കെ പങ്കെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി ലെതർ എന്നുള്ളത് ആസ് ഗുഡ് ആസ് ഓർ സെക്കൻഡ് ടു യു ക്യാൻ സേ ഗോൾഡ് പോലെ തന്നെ ബീയിങ് സംതിങ് നാച്ചുറൽ എന്നുള്ള നിലയ്ക്ക് അതിന് അതിന്റേതായിട്ടുള്ള പെർസീവ് വാല്യൂ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഈ ലെതർ എക്സ്പോർട്ടറിന്റെ കൂടെ നിന്നിട്ട് ഐ കുഡ് സ്റ്റഡി എ ലോട്ട്. അധ്വാനികളെ കൈവിടാത്ത മുംബൈ നഗരത്തിന്റെ കൊട്ടിയടയ്ക്കപ്പെട്ട വാതിലുകൾ അദ്ദേഹത്തിന് മുന്നിൽ മലർക്കെ തുറന്നു. കസ്റ്റമേഴ്സ് ബിഹേവിയർ ടുവേർഡ്സ് ലെതർ, പിന്നെ ലെതർ പ്രോഡക്റ്റ് കൊണ്ട് എത്രത്തോളം ആൾക്കാരെ ആകർഷിക്കാൻ പറ്റും എന്നുള്ളതും എനിക്ക് മനസ്സിലായി. പിന്നെ ഹാർഡ്ലി ഒരു 3 or 4 years അങ്ങനെ ഞാൻ ആ ലൈനിൽ വർക്ക് ചെയ്ത് കുറച്ചു കാലത്തേക്ക് ഒരു ദുബായിലേക്ക് ഞാൻ ചേക്കേറി. അവിടെ കുറച്ചൊരു എക്സ്പോഷർ, ബെറ്റർ എക്സ്പോഷർ എന്താ വെച്ചാൽ അവിടെ വേറൊരു കമ്പനിയിൽ ഐ വാസ് ജസ്റ്റ് വർക്കിംഗ് ആൻഡ് ഐ എസ്റ്റാബ്ലിഷ്ഡ് ലോട്ട് ഓഫ് ക്ലയന്റേജ് റിലേഷൻഷിപ്പ് ധാരാളം എനിക്ക് അങ്ങനെ വരുന്നുണ്ടായി. പിന്നെ വീണ്ടും ഞാൻ ഇവിടെ വന്ന് ഈ ലെതർ ലൈനിൽ തന്നെ ഉള്ള എന്നേക്കാൾ യങ്ങറായിട്ടുള്ള ഒരാളായിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കി. ഹി ഈസ് നോൺ ആസ് ഒരു ലെതർ കൂടുതൽ ആധികാരികമായിട്ട് അറിവുള്ള, അപ്പോൾ ഒരു ഫാക്ടറിയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് 2-3 യൂണിറ്റുകൾ ഇതിനെപ്പറ്റി സംഘടിച്ച് ഒരു കമ്പനി ഇവിടെ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു 94-95 ഈ കമ്പനി സ്റ്റെർലിംഗ് ഗിഫ്റ്റ് ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ ബോംബെയില് ഒരു ഫൗണ്ട് ചെയ്യുന്നത്. ശ്രീ മേനോൻ എന്നും തിരക്ക് പിടിച്ച വ്യവസായ പ്രമുഖൻ, ഇന്നും മുംബൈയുടെ കലാ സാംസ്കാരിക രംഗത്ത് നിലനിൽക്കുന്ന വാണി ദേവിയുടെ അനുഗ്രഹ വർഷത്താൽ ആഫ്റ്റർ ഗ്രാജുവേഷൻ ഇപ്പൊ നാട്ടിലാണെങ്കിലും കുറെ ട്യൂട്ടോറിയൽ കോളേജ് കുറെ കാലങ്ങളായിട്ട് കൊണ്ടു കിടന്നു. അത് കഴിഞ്ഞിട്ട് ഓൺ ആൻഡ് ഓഫ് ഐ യൂസ്ഡ് ടു ഗോ ടു ഡൽഹി. അവിടെ ഡൽഹിയിൽ എന്റെ ബ്രദർ വർക്ക് ചെയ്യുന്നു ആസ് എ ജേർണലിസ്റ്റ്. UNIലായിരുന്നു, മോഹൻദാസ് പറഞ്ഞിട്ട്. എന്റെ ലക്ക് അവിടെ നിന്ന് പരീക്ഷിക്കാൻ അവിടെ വല്ല ജോലി. പക്ഷെ ആ സിറ്റി ആയിട്ട് ഒരു പക്ഷേ എനിക്ക് ഒന്നിച്ചു പോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ അങ്ങനെ നാട്ടിലേക്ക് നേരെ ടിക്കറ്റ് എടുത്തു. ബട്ട് ഒരു നൈറ്റില് പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് ജുവലാർപേട്ടയാണ് ജംഗ്ഷൻ, ഒന്ന് കേരളത്തിലേക്കും ഒന്ന് മദ്രാസിലേക്കും പോകുന്ന ആ ജംഗ്ഷൻ ദാറ്റ് ഇറ്റ്സെൽഫ് ഇറ്റ് വാസ് എ ടേണിംഗ് പോയിന്റ്. ശരി, അപ്പൊ അങ്ങനെ പരീക്ഷിച്ച് ഞാൻ അങ്ങനെ നേരെ അങ്കിൾ ഉണ്ട് അവിടെ, ഹീസ് ഇൻ എയർ ഇന്ത്യ മീനമ്പാക്കത്ത്, അവിടെ പോവാണ് മദ്രാസിൽ. അപ്പൊ അങ്ങനെ സ്പെൻസർ ആൻഡ് കമ്പനി അവരുടെ ചെറിയൊരു ഔട്ട്ലെറ്റ് ഉണ്ട് മദ്രാസ് ചെന്നൈ എയർപോർട്ടിൽ അന്നത്തെ കാലത്ത്. അപ്പൊ അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ മദ്രാസിലിരിക്കുമ്പോ ഓഫ് കോഴ്സ് പണ്ടത്തെ പാട്ട് മോഹങ്ങൾ അതൊക്കെ ധാരാളമുണ്ട്. പല ഇവരുടെ റെക്കോർഡിങ്, യേശുദാസ്, ജയന്റെ റെക്കോർഡിങ് കാണാൻ പോയി. അല്ലെങ്കിൽ അവര് ആ വഴി കൂടെ മദ്രാസിൽ കൂടെ ധാരാളം എയർപോർട്ടിൽ കൂടെ വരുമ്പോൾ ഐ യൂസ് ടു ടേക്ക് അവര് ടിക്കറ്റ് എടുക്കാൻ അവരുടെ PA എന്നോട് ഏൽപ്പിക്കാറുണ്ട്. കാരണം അന്ന് 10-15 പാട്ട് പാടി ഓടി ബോംബെയിലേക്ക് എത്തുന്ന ആളായിരുന്നു യേശുദാസ്. അപ്പൊ അവർക്ക് പെട്ടെന്ന് സമയത്തിന് വേണ്ടിയിട്ട് അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ എന്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഒരു രമേശ് എന്ന് പറഞ്ഞിട്ട്. സോ വി വർ ഫ്രണ്ട്സ് ആക്ച്വലി. അപ്പോൾ സംടൈംസ് രമേഷിന്റെ കൂടെ ഉള്ള വീട്ടിൽ പോവുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അതൊരു മ്യൂസിക് ഫാമിലി ആയിരുന്നു. വൈ ഐ എം കമ്മിങ് ടു ദാറ്റ് പോയിന്റ് ആക്ച്വലി. അപ്പൊ അവിടെ വെച്ചിട്ടാണ് ഈ രമേഷിന്റെ സിസ്റ്ററാണ് ഇന്ന് എന്റെ വൈഫ് ലത എന്ന് പറയുന്നത്. അവരെ ഒരു ട്രഡീഷണൽ മ്യൂസിക് ഫാമിലിയാണ്, ഒരു ഗ്രാമീൺ കമ്മ്യൂണിറ്റിയിലെ ഫാമിലിയാണ്. അപ്പൊ അവിടെ അങ്ങനെ പോയി പലപ്പോഴും അങ്ങനെ പോയി അവർ അക്വൈൻറ്റൻസ്, അങ്ങനെയാണ് ഞങ്ങൾ ആദ്യം കണ്ടുമുട്ടുന്നതും പരിചയപ്പെടുത്തും. നമ്മൾ വിജയത്തിന്റെ പടവുകൾ എപ്പോഴും മുമ്പോട്ട് ചവിട്ടി പോകുമ്പോൾ പുറകിൽ നിന്ന് പാര പണിയുവാൻ ഒരുപാട് പേരുണ്ടാവും. അതുകൊണ്ട് നന്മകളെ നാം മാത്രം എടുക്കുക, തിന്മകളെ ത്യജിക്കുക, അവരെ നിങ്ങൾ തിരിച്ചറിയുക. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചു വരാം. ദ്രക്തിരിക്കുകയും ആവശ്യവും
New